അവരുടെ സൽസ്വഭാവമാണ്. മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന ഒന്നാണ് ഹുസ്നുൽ ഖുലുഖ്. അസ്ഖലു മാ യൂളഉ ഫിൽ മീസാൻ, മീസാനിൽ കനം തൂങ്ങപ്പെടുന്ന ഒന്ന് ഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സൽസ്വഭാവത്തിന് 3 ദിശകളുണ്ട്. ചുരുക്കി പറയട്ടെ, പ്രധാനമായും സൽസ്വഭാവം സ്വീകരിക്കുന്ന ആളുകൾ ആ 3 പോയിന്റുകളും സ്വീകരിക്കണം. സഹോദരന്മാരും സഹോദരിമാരും സ്വീകരിക്കണം. പ്രധാനമായും ഒന്നാമതായി എണ്ണിയത് തഅഫൂ അമ്മൻ ളലമക്. ആദ്യത്തെ സൽസ്വഭാവത്തിന്റെ മാർഗം എന്താണെന്നറിയോ? നിന്നോട് അന്യായം ചെയ്തവർക്ക് നീ മാപ്പ് കൊടുക്കണം. അപ്പൊ ആരെ കണ്ടാലും സൗമ്യമായ ചിരി ഉണ്ടാവുള്ളൂ. ഒരാളെ കണ്ടാലും 2 കിലോന് 3 കിലോ ഉണ്ടാവില്ല. ചില ആൾക്കാരെ കാണുമ്പോ 2 കിലോ, ചില ആൾക്കാരെ കാണുമ്പോ 5 കിലോ. അതൊരു പക്ഷേ അയാളോട് അല്ലെങ്കിൽ അയാൾ ഇയാളോട് അന്യായമായിട്ട് എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാവും. അത് അഫുവാക്കി കൊടുത്താൽ റെഡിയായി. നമ്മളെ ആഗ്രഹം അങ്ങനല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരാളോട് അന്യായം ചെയ്തു പോയാൽ നമുക്കത് മാപ്പാക്കി തരണമെന്നല്ലേ? അല്ലാഹു തആല നമുക്ക് ചെയ്തു പോയ ദോഷങ്ങളൊക്കെ പുറത്തേനെന്ന് ആഗ്രഹിക്കാത്ത ആരാതിലുള്ളത്? എല്ലാവരും ആഗ്രഹിക്കും. അതിനേറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് അള്ളാഹുവിന്റെ അടിമകളായ നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, അയൽക്കാർ, പരിചയക്കാർ, അവരിൽ നിന്ന് വന്ന അന്യായങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കുക. ഏറ്റവും ആദ്യം കുടുംബക്കാരിൽ നിന്ന് വന്നത്. ഉസ്താദേ, അതാണ് സഹിക്കാത്ത, അത് സഹിക്കാത്തൊരു സംഗതിയാ. ആ മാപ്പിന് ഡിഗ്രി കൂടുതലുണ്ട്. അതിന് ഒരുങ്ങുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഓൻ നല്ല മനസ്സുള്ളവനാണ്. എന്താ ഇപ്പൊ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഇല്ലാത്തത്? ഒന്നുമല്ല, അയാൾ രോഗിയായിട്ട് കുറച്ചു കാലം, ഒരു 2-3 ആഴ്ച രോഗിയായി കിടന്നപ്പോ ആ വിവരം കിട്ടിയിട്ടും ഇയാൾ ഒരു പ്രാവശ്യം കൂടി അങ്ങോട്ട് പോയി നോക്കിയില്ലല്ലോ. മറ്റേ ആള് സാരല്ല, അയാൾക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടാവും. കുറച്ചുകൂടി കാലങ്ങൾ കഴിഞ്ഞപ്പോ ഇയാൾക്ക് അസുഖമായി. ഇത് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കറ മനസ്സിലുണ്ടാവില്ല. വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലെങ്കിൽ 15-25 കൊല്ലായാലും അത് വിട്ടുവീഴ്ച ചെയ്യാത്ത ആളെടുത്ത് പറയും, നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോണ്? നിങ്ങൾ 4 ആഴ്ച ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഒരു പ്രാവശ്യം വന്നു നോക്കിയാൽ നിങ്ങൾ പോണ്ട. കണ്ട എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? അത് വിട്ടുവീഴ്ച ആക്കിയിട്ടില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ആ കറ ഇപ്പോഴും കഴുകാതെ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കും വല്ലാത്തൊരു ഓർമ്മശക്തിയാണ്. ഖുർആനൊക്കെ പഠിപ്പിക്കാൻ പറ്റും. ഖുർആൻ പഠിപ്പിക്കാൻ പറ്റിയ ഓർമ്മശക്തി അല്ലത്. അത് ഇങ്ങനത്തെ വിഷയങ്ങൾ സൂക്ഷിക്കാനുള്ള ഓർമ്മശക്തിയാണ്. എത്ര കറക്റ്റാ ഓർമ്മ! അപ്പൊ നമ്മള് നെട്ടിപ്പോവും ചിലപ്പോ. ഇത്ര കറക്റ്റ് ഡേറ്റും കാര്യങ്ങളും സമയമൊക്കെ ഓർമ്മ, വല്ലാത്ത ഓർമ്മയാണല്ലോ. അത് മൈനസ് മാത്രം, നല്ല ഓർമ്മിക്കാൻ നല്ല കഴിവ്. വിട്ടുവീഴ്ചയില്ലാത്തതിന്റെ മാപ്പാക്കി കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറഞ്ഞവർക്ക് തങ്ങൾ മാപ്പ് കൊടുത്തിട്ടുണ്ട്. കല്ലെറിഞ്ഞവർക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ട്. അനാവശ്യം പറഞ്ഞവർക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറ്റുള്ളവരെ കൂടെ കൂടിയിട്ട് വധിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയവർക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാനത് ഓരോന്നും എണ്ണി പറയല്ല. തങ്ങളെ വധിക്കണം എന്ന നിയ്യത്തില് വധിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഓഫറും സമ്മാനവും ഒക്കെ കരുതിയിട്ട് ബദർ കഴിഞ്ഞ ഉടനെ മക്കത്തുനിന്ന് മദീനത്തേക്ക് വന്ന ഒരാളാണ് ഉമൈർ ബിൻ വഹ്ബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറിയപ്പോ ഉമൈർ ബിൻ വഹ്ബ് നേരെ വന്ന് വാതിൽക്കൽ സമ്മതം ചോദിക്കുന്നു. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമൈർ ബിൻ വഹ്ബിനെ കണ്ടു. നേരെ വാതിൽക്കൽ പോയിട്ട് ബ്ലോക്ക് ചെയ്ത് നിന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമറേ, ആരാണ് അപ്പുറത്തുള്ളത്? ഉമൈർ ബിൻ വഹ്ബാണ് നബിയെ. അവൻ ഊരി പിടിച്ച വാളുമായിട്ടാ വന്നിരിക്കുന്നത്. ഉമൈർ ബിൻ വഹ്ബിനെ തടയല്ല, ഇങ്ങോട്ട് വന്ന ആളല്ലേ, ഇങ്ങോട്ട് കയറ്റി വിടൂ. എന്തും പറഞ്ഞിട്ടാ മക്കത്തുനിന്ന് മദീനത്തേക്ക് പോയിക്കണ്. കാബന്റെ തിണ്ണയിലിരിക്കുന്ന തലവന്മാരോടൊക്കെ ഞാൻ കൊന്നുവരാം. ആരെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിച്ചു വരാം. വധിച്ചിട്ട് എനിക്ക് തരാളൊക്കെ തരൂലേ? ഒക്കെ തരും. ആ ഓഫറൊക്കെ ഇങ്ങനെ മനസ്സിൽ പൂതി വെച്ചിട്ട് അങ്ങോട്ട് പോയതാ. ഉമർ റളിയല്ലാഹു അൻഹു മാറാൻ പറഞ്ഞപ്പോ മാറിയെങ്കിലും സ്വഹാബത്തിൽ നിന്ന് 2-3 ആളെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ നിൽക്കിട്ടോ, എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല.
ഊരിപ്പിടിച്ച വാളുമായിട്ടാണ് അയാൾ വന്നിരിക്കുന്നത്. എന്തെങ്കിലും ചെയ്തു പറ്റിച്ചാൽ നിങ്ങൾ അവിടെ നിൽക്കിയെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ അവിടെ ഇരുന്ന് അടുത്തേക്ക് വിളിച്ചു, വരീന്ന് പറഞ്ഞു. ഉമൈർ ബിൻ വഹബ് എന്ന ശത്രുവിനെ അടുത്തേക്ക് വിളിച്ചു, വരൂന്ന് പറഞ്ഞു. അടുത്തേക്ക് വന്നു, ചോദിച്ചു, എന്തിനാ വന്നത്? ഉമൈർ ബിൻ വഹബ് പറഞ്ഞു, എന്റെ മകൻ തടവുകാരിലുണ്ട്. മകൻ തടവുകാരിലുണ്ട്, ശരിയാണ്. മകനെ വിട്ടുകിട്ടാനും കൊണ്ടുപോകാനാ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതും ചോദിച്ചു, വന്ന കാര്യം പറയണം, എന്തിനാ വന്നത്? അപ്പോഴും പറഞ്ഞു, എന്റെ മകൻ തടവുകാരിലുണ്ട്, മകനെ കൊണ്ടുപോകാൻ വേണ്ടി, അതൊന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഉമൈറേ, മകനെ കൊണ്ടുപോകാൻ എന്തിനാ വാള്? അതിന് വാഹനം പോരെ? ഉമൈർ ബിൻ വഹബ് പറഞ്ഞു, വാളുണ്ട്, എന്ത് നടക്കാനാണ്? അബൂജഹലിനും ഉത്ബക്കും ഷൈബക്കും എത്ര വാളുണ്ടായിരുന്നു? വലീദിന് എത്ര വാളുണ്ടായിരുന്നു? ഉമയ്യത്തിന് എത്ര വാളുണ്ടായിരുന്നു? എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഇത് വെറുതെ കൈ പിടിച്ചതാണ്. അങ്ങനെ പറഞ്ഞു ഒപ്പിച്ചപ്പോ, അല്ല ഉമൈർ, എന്റെ തലയെടുക്കാൻ വന്നതല്ലയോ? കഅബയുടെ മുറ്റത്തുള്ള തിണ്ണയിൽ നീയും സഫ്വാൻ ബിൻ ഉമയ്യയും മറ്റു നേതാക്കളും ഇരുന്നിട്ട് അവരോടെല്ലാം സമ്മതം വാങ്ങിയിട്ട് അവരൊക്കെ തരുന്ന നിശ്ചയിച്ചിരിക്കുന്ന പാരിതോഷികത്തിന് വേണ്ടി എന്റെ തലയെടുക്കാനല്ലേ വാളുമായി വന്നത്? സുബ്ഹാനല്ലാഹ്, കയ്യിൽ പിടിച്ച വാള് അറിയാതെ താഴെ വീണുപോയി. ഉമൈർ ബിന്റെ വഹബിന്റെ മനസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തേക്ക് വിളിച്ച് ഈ വിഷയം പറഞ്ഞപ്പോ, സാരമില്ല ഉമൈറേ, നീ ഇതുദ്ദേശിച്ചാണല്ലേ വന്നത് എന്ന് ചോദിച്ചപ്പോഴേക്ക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, എന്റെ മക്കള് പോലും അറിയാത്ത രഹസ്യം, സ്വന്തം ഭാര്യ പോലും അറിയാത്ത രഹസ്യം നിങ്ങൾ അറിഞ്ഞുവെങ്കിൽ അവിടുന്ന് അള്ളാഹുവിന്റെ റസൂല് തന്നെയാണ്, അള്ളാഹു തന്നെയാണ് ഇത് അറിയിച്ചു തന്നത്. ഉമൈർ ബിൻ വഹബിനോട് പറഞ്ഞു, സാരമില്ല, നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലാൻ അള്ളാഹു ഇതൊരു നിമിത്തമാക്കിയതായിരിക്കും. നിങ്ങൾ എതിർപ്പിന്റെ ഒരു ഭാഷ, ഒരു ശൈലിയില്ല. സ്വഹാബത്തിനോട് പറഞ്ഞു, ഉമൈർ ബിൻ വഹബിനെ നേരെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് നിങ്ങളെ കൂട്ടത്തിൽ ഇരുത്തിയിട്ട് ഖുർആൻ പഠിപ്പിക്കും, വേണ്ട വിവരങ്ങളൊക്കെ നൽകി. എന്തൊരു ഭംഗിയിലാന്നറിയാം സ്വഹാബത്ത് ഉമൈർ ബിൻ വഹബിനെ സ്വീകരിച്ചത്. മക്കത്ത് ചെന്നിട്ട് ഉമൈർ ബിൻ വഹബ് റളിയല്ലാഹു അൻഹു ആയിട്ട് പറഞ്ഞു, പിന്നെ ഞാൻ പോയതുപോലെ നിങ്ങൾ ആര് പോയാലും ഇങ്ങനെ തന്നെ വരൂ. കാരണം നമ്മളൊന്നും ആഗ്രഹിച്ചതുപോലെയുള്ളൊരു പ്രതിരോധമോ പ്രതികാരമോ അല്ല അവിടെ. എന്നെ കാണുമ്പോഴേക്ക് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ എന്റെ കയ്യിൽ നിന്നൊരൊറ്റ തട്ട് തട്ടി വാള് തെറിപ്പിച്ചിട്ട് എന്നെ വെട്ടാന് ഉമർ റളിയല്ലാഹു അൻഹു മതി, വേറെ ആരും വേണ്ട. പക്ഷേ എന്നെ തടഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിടാനാ പറഞ്ഞത്. വിടാൻ പറഞ്ഞ് എന്നെ ഉള്ളിലേക്ക് ക്ഷണിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി സാധാരണ ഒരു സ്വീകരണമല്ല അത്. പിന്നെ എന്നോട് സംസാരിച്ച സംസാരങ്ങളും ലെവലുകളൊക്കെ അങ്ങനെയാണ്. ഈ കുറ്റകൃത്യം നിർവഹിക്കാനാണ് ഞാൻ പോയത് എന്നറിഞ്ഞിട്ടും തങ്ങൾ എനിക്ക് മാപ്പാണ് നൽകിയത്, വിട്ടുവീഴ്ചയാണ് നൽകിയത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച സ്വഭാവമാണത്. ഒരു കട്ടിലിൽ കിടക്കുന്ന ഭാര്യയും ഭർത്താവും ഭക്ഷണം കഴിക്കും, പകലൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, വിഷയങ്ങളൊക്കെ അന്വേഷിക്കും. രാത്രി കയറിയാൽ ഒരാൾ വലത്തോട്ടും ഒരാൾ ഇടത്തോട്ടും. സുബഹി വരെ മാനസികമായി ശാരീരികമായ സമ്പർക്കവും ബന്ധവുമില്ലാത്ത ആ മനസ്സ് വേർപിരിഞ്ഞ രൂപത്തിലുള്ള ആ ഒരു കിടത്തം, അത് വല്ലാത്ത ഒരു പ്രയാസം തന്നെയാണ്. അങ്ങനെ ഉണ്ടാക്കിയേക്കരുത്. ചില്ലറ വർത്താനങ്ങളെ പേരിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ദഹിക്കാത്ത വന്നിട്ടുണ്ടാകും. വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. അപ്പൊ ചിലർക്ക് ഉസ്താദെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്താൽ നമ്മളൊരു കുറവുള്ള ആളാവില്ലേ? ഇല്ല, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന ആൾ ഏറ്റവും മേലെയാണെത്തുക. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമാണ് അൽ അഫൂ, വിട്ടുവീഴ്ച ചെയ്യുക എന്നത്. അതല്ലേ നമ്മൾ റമളാനിൽ ആവർത്തിച്ച് പറയല്, ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ദിക്ർ ചൊല്ലിയാൽ മാത്രം പോരാ, നമുക്കും അതിൽ പഠിക്കാനുണ്ട്. പടച്ചോനെ, നിനക്കതാണ് ഇഷ്ടമെങ്കിൽ എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. ഞാനും വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്, എനിക്കും നീ മാപ്പാക്കി തരണം.